സ്വാമിജി പറഞ്ഞത് ശരിയാ. ഇവിടെ പ്രേതമുണ്ട്. ഞാൻ കണ്ടതാ. എന്നെ കൊങ്ങ പിടിച്ച് കൊല്ലാൻ നോക്കിയതാ. ഞാൻ കണ്ടു. എനിക്കറിയാം എന്നെ കൊല്ലാൻ വേണ്ടിയാ വന്നത്. അയ്യോ എനിക്ക് വയ്യേ. നീയാ കൊല്ലാൻ വന്നത്. ഞാൻ കണ്ടതാ. ഞാൻ അമ്മയുടെ മോനാ ഗൗരി, അല്ല രാജീവ്. അയ്യോ പ്രേതം. ഞാനാ ഗൗരിയാ. ഗൗരിയാ അവരൊന്നും പ്രേതങ്ങളല്ല. ഇവിടെ പ്രേതങ്ങളില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. നിങ്ങളൊന്നും മിണ്ടായിരുന്നു. ഭാനുമതി, നീ എന്താ സ്വപ്നം കണ്ട് പേടിച്ചതാ? ഇവിടെ ഒരു പ്രേതമില്ല, ഒന്നുമില്ല. അച്ഛാ, ചിലപ്പോ രാജീവിന്റെ അമ്മ പറഞ്ഞത് സത്യമായിരിക്കും അച്ഛാ. അമ്മയുടെ ആത്മാവായിരിക്കും പ്രേതമായിട്ട് വന്നത്. സിദ്ധം പറഞ്ഞത് സത്യമായി. പ്രേതം അമ്മായിയെ പിടിച്ചിരിക്കുന്നെന്നാ തോന്നുന്നത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ സൂക്ഷിക്കണം. ചേടാ, പേടിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ? അമ്മയ്ക്ക് കുറച്ച് സ്വസ്ഥത കിട്ടണം. അമ്മ ഇങ്ങോട്ടൊന്ന് ഇരുന്നേ. മതി, എല്ലാവരും നിന്ന് കാഴ്ച കണ്ടത്. ഇനിയെങ്കിലും ഒന്ന് പൊയ്ക്കൂടെ? അത് ശരി, നിലവിളി കേട്ട് അന്വേഷിക്കാൻ ഓടി വന്നാണോ ഇപ്പൊ കുറ്റമായത്? വാ, നമുക്ക് പോവാം. എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അമ്മേ പേടിക്കണ്ട. അമ്മേ വെള്ളം കുടിക്ക്. മതിയോ? മക്കളെ, എന്ത് പ്രേതം ഇവിടെ തന്നെ ഉണ്ടടാ. അപ്പോ സംഗതി ഏറ്റു. ഈ പേടി മതി, ഇനി എല്ലാം എളുപ്പമാകും. ഭാനുമതി അമ്മ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം അമ്മേ. അയ്യോ, എന്തുവാണിത്? ഇവളെന്താ പതിവില്ലാതെ പട്ടാപ്പകലിങ്ങനെ പൂമുഖത്തിരുന്ന് നാമം ജപിക്കുന്നത്? അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം. അമ്മേ, ഇതേതോ പഴയ സിനിമയിലെ പാട്ട് പോലെയില്ലേ? അതെ അതെ അതെ, ഇതൊരു സിനിമ പാട്ട് തന്നെയാ. അമ്മേ, അപ്പൊ വല്യമ്മയുടെ പ്രേതം കയറിയത് ഇവിടെ തന്നെ ആയിരിക്കും.
അപ്പോ എന്നെ സ്വപ്നത്തിൽ വന്ന് കൊല്ലാൻ നോക്കിയത് ഇവളാണോ? സ്വപ്നത്തിലല്ല, പ്രേതം കയറിയ ഇവിടെ തന്നെ ആയിരിക്കും. വന്നേ നോക്കാം. മോളെ അമ്മ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് പോ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം അച്യുതം കേശവം അയ്യോ. അമ്മേ നിന്നു. ഭാനുമതി, അയ്യോ, മോളെ ഇവളെന്നെ വിളിച്ചു കേട്ടില്ലടി. ഭാനുമതി എന്നെ വിളിക്കേണ്ടത് ഇങ്ങനെയല്ല. ഇപ്പൊ ഇങ്ങനെ പേര് വിളിച്ച് സംസാരിക്കുന്നത് എന്റെ ഔദാര്യമാണെന്ന് കരുതിയ മതിയടി. കുത്തിത്തിരിപ്പേ. സോറി, നീ വലിയ അഭിനയൊന്നും കാണിക്കില്ലേ കേട്ടോ. അഭിനയോ? നീയല്ലേ ഈ വീട്ടിൽ അഭിനയിക്കുന്നത് പല പല വേഷങ്ങളിൽ. പുറമെ പറയുന്നതൊന്ന്, അടിയിൽ കൂടി പിതൃശൂന്യ പ്രവൃത്തിയും. നീ എന്റെ മക്കളെ ഒത്തൊരുമയോടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലടി? ദോഷേക ദൃക്ക്. എന്നെ വിളിക്കുന്ന കേട്ടില്ലടി നീ. സ്വാതി, നീ കളിക്കല്ലേ. നട്ടുച്ചയ്ക്ക് നിലവിളക്കും കത്തിച്ചു വെച്ചിട്ട് നട്ടപ്രാന്ത് നാടകം കളിക്കില്ലേ നീ? നാടകോ? നാടകം ഞാൻ കാണിച്ചു തരാൻ നിനക്ക്. അയ്യോ, എവിടെ പോയതാടി ഇവള്? ഇവിടെ വാടി. ഞാൻ വരില്ല. മര്യാദയ്ക്ക് ഈ നിമിഷം നീ ഇവിടുന്ന് പോയിക്കോണം. മനസ്സിലായോടി? ഞാനോ? ഞാൻ പോകത്തില്ല. നീ പോടി പ്രേതമേ. ആഹാ, നീ പോവില്ലല്ലേ? നിന്നെ പറഞ്ഞു വിടാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഞാൻ പോകത്തില്ല. സ്വാതി, നീ എന്തായി കാണിക്കുന്നേ? സ്വാതിയല്ല, വല്യമ്മ. നിന്റെ വല്യമ്മടി ഞാൻ. ഇവിടെ വാടി. നീ പോവില്ലല്ലേ? നിന്നെ ഞാനെന്ന് നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഞാൻ പോകത്തില്ല. നിന്നെ ഞാന് പോവില്ലല്ല. നീ അയ്യോ, ആരെങ്കിലും വായോ. ദൈവമേ, ഇവളെ കൊല്ലണേ. ഇനി ഏട്ടത്തി ആ വിളക്കെടുത്ത് ഐശ്വര്യമായിട്ട് കയറിക്കും. ഞാനേ ഇവിടെ എല്ലാം അടിച്ച് തളിച്ച് ശുദ്ധിയാക്കാം.
അച്ഛാ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അവൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? സിദ്ധം പറഞ്ഞ് നീയും കേട്ടതല്ലേ. ഇതിപ്പോ ബാധ കയറിയതല്ലെങ്കിലും കാര്യം നന്നായി. ഭാനുമതിരെ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ. ഇനി ഗൗരിയും രാജീവും നന്നാവും. അവക്കും കിട്ടി 5-6 എണ്ണം. ഇതവള് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആണെങ്കിൽ അത് നന്നായിന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എന്ത്? ഇപ്പോൾ സ്വാതി ചെയ്തത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. നീയും സ്വാതിയും തമ്മിൽ പോലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. നീലേ, ഇനിയെങ്കിലും നിനക്ക് ആ സ്വാതിയോട് ക്ഷമിച്ചൂടെ? താനെന്താടോ ഈ നേരത്ത്? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. എന്താ? എന്തു പറ്റി? വേദ കമ്പനിയുടെ ഷെയറുകളെല്ലാം വർമ്മ കെമിക്കൽസിന് വിറ്റത് നിങ്ങൾ അറിഞ്ഞില്ലേ? വിക്ക്? ആ അതെ. നാളെ രാവിലെ കമ്പനിയുടെ ചെയർമാനായിട്ട് വർമ്മ കെമിക്കൽസ് MD രാധിക വർമ്മ അധികാരമേൽക്കുകയാണ്. മോളെ, നീ വക്കീൽ പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ കമ്പനി വേദ വിറ്റെന്ന്. ഞാൻ അറിഞ്ഞു. എല്ലാത്തിന്റെയും പിന്നിൽ ഗൗരി രാജീവൻ തന്നെയാണ്. കമ്പനി വിറ്റ് കിട്ടുന്ന പണം ഗൗരിക്ക് രാജീവിന് നൽകാനോ അവൾ അവരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നു. അറിഞ്ഞ വിവരം ഒന്ന് പറയാൻ വന്നേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്നാലും നമ്മുടെ കമ്പനി അവൾ വിറ്റ് കളഞ്ഞല്ലോ മോളെ. എത്ര നാളത്തെ അധ്വാനമാ. മാലിതയുടെ പേരിലായിരുന്നു മേജർ ഷെയറും. അതെല്ലാം അവളന്ന് വേദയുടെ പേരിൽ എഴുതി വെച്ചു. അതുതന്നെയാണ് കമ്പനിയുടെ നാശത്തിനും കാരണമായത്. ഞങ്ങളുടെ കമ്പനി നീ വിറ്റ് കാശാക്കി അല്ലടി? ഏയ് ഇല്ലില്ല, ഇതുവരെ വിറ്റിട്ടില്ല. വിൽക്കാൻ പോകുന്നതേ ഉള്ളൂ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എന്റെ പേരിലുള്ള മുഴുവൻ ഷെയർസും ഞാൻ രാധിക വർമ്മയുടെ പേരിലേക്ക് എഴുതി കൊടുക്കും. 5 കോടി രൂപയ്ക്ക്. എന്താടി, ഇപ്പൊ നിനക്കെന്നെ വെല്ലുവിളിക്കാൻ തോന്നുന്നില്ലേ? നിന്റെ പേരിലുള്ള ഷെയറുകൾ നീ വിൽക്കുന്നതിന് ഞാനെന്തിനാ നിന്നെ വെല്ലുവിളിക്കാൻ വരുന്നത്? അപ്പൊ നീ തോൽവി സമ്മതിച്ചു. മതി, അത് മതി എനിക്ക്. ഞങ്ങളുടെ ഒരു ആയുഷ്കാലത്തിന്റെ അധ്വാനമായിരുന്നു ആ കമ്പനി. അത് വിറ്റ് കിട്ടുന്ന പണം അനുഭവിക്കാൻ ദൈവം നിന്നെ അനുവദിക്കില്ല. അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടം. അപ്പോ നാളെ രാവിലെ 10 മണിക്കാണ് അധികാര കൈമാറ്റം. നിങ്ങളെ 2 പേരെയും ഞാൻ നേരിട്ട് തന്നെ ക്ഷണിക്കുക. വരണം. നീ വരില്ലേടി? വരും, തീർച്ചയായിട്ടും വരും. ഒരു കാഴ്ചക്കാരിയായി ഞാനും ഉണ്ടാവും ആ ചടങ്ങില്. അയ്യോ, ഇനി എനിക്ക് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. 5 കോടി രൂപയല്ലേ എന്റെ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ശരി. സാരമില്ലച്ചാ, ചിലതൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് മറ്റു ചിലത് നമുക്ക് കിട്ടാൻ വേണ്ടിയാ. എന്തായാലും അവളെന്നെ ക്ഷണിച്ചതല്ലേ, ഞാൻ പോകുന്നുണ്ട്. ഒരു കാഴ്ചക്കാരിയാണ്.
എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ നടക്കും. അടുത്ത 15 മിനിറ്റിനുള്ളിൽ ഈ ഡീൽ നടന്നിരിക്കും. ഇല്ലില്ല, രാജീവിനും ഗൗരിക്കും ഒരു സംശയവും ഇല്ല. ദേ വക്കീലെത്തി. ശരി, ബൈ. ഇരിക്കു വക്കീലേ. ഇതാ മാഡം, എല്ലാ ഡോക്യുമെന്റ്സും പെർഫെക്റ്റ് ആണ്. ഇരു കക്ഷികളും ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി അധികാര കൈമാറ്റം വന്ന വെറും ചടങ്ങ് മാത്രമേ ഉള്ളൂ. രാജീവ് വർമ്മ ഉടനെ എത്തും. വക്കീലിന്റെ ഫീസ് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിന്റെ ഇരട്ടിയുണ്ട്. ശരി മാഡം. ശരി, പൊയ്ക്കോ. മേ ഐ കം ഇൻ മാഡം? യെസ്, കം ഇൻ. വരൂ വർമ്മ സാർ. വെൽക്കം മിസ്റ്റർ രാജീവ് വർമ്മ. ഇനി ഈ കമ്പനിയുടെ ചെയർമാൻ സീറ്റിൽ ഇരിക്കേണ്ടത് താങ്കളാണ്. ഇരിക്കൂ. താങ്ക് യു. മുഹൂർത്തം തെറ്റില്ലല്ലോ അല്ലേ? ഇല്ലില്ല, ഓൺ ടൈം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. എന്ത് കാര്യവും കൃത്യസമയത്തിന് 1 മിനിറ്റ് മുമ്പ് ചെയ്യുന്നതാണ് ഉത്തമം അല്ലേ? കേട്ടാ? ഇത് വെറും ഒരു എഗ്രിമെന്റ് അല്ല. ഇനി ഈ കമ്പനിയുടെ അധികാരി രാജീവ് വർമ്മയാണ്. താങ്ക് യു മാഡം. മുഹൂർത്തം തെറ്റിക്കണ്ട. ഇത് വാങ്ങൂ. വാങ്ങാൻ ഒരു നിമിഷം, ഒരാൾ കൂടി വരാനുണ്ട്. ഇനി ആരാ വരാനുള്ളത്? വേദ, ഐ എം സോറി, ഞാൻ പറയാൻ മറന്നു. യഥാർത്ഥത്തിൽ ഈ കമ്പനി വാങ്ങിയത് ഞാനല്ല, വേറൊരാളാണ്. വേറൊരാളോ? നിങ്ങള് തമാശ പറയാണോ? ഒരിക്കലുമല്ല. ഇതിന്റെ യഥാർത്ഥ അവകാശിക്ക് വേണ്ടി ഇടനിലക്കാരനായി വന്ന ഒരാൾ മാത്രമാണ് ഞാൻ. അതാരാ അത്രയ്ക്ക് പ്രധാനപ്പെട്ട അവകാശി? രാജീവ്, വിളിക്കേ. സോറി മാഡം, എനിക്കും ഈ കളിയൊന്ന് മാറ്റി കളിക്കേണ്ടി വന്നു. റിയലി സോറി. ഞാന് ഇപ്പത് ഈ സാറിന്റെ കൂടെയാ. കേറി വരൂ. നിങ്ങൾ ഈ കാണിച്ചത് ചതിയാണ്. അതെ, ചതിയാണ്. ഓരോ ശത്രുവിനും അവരവരർഹിക്കുന്ന യുദ്ധമുറകളുണ്ടെന്ന് പുരാണങ്ങളിലൊക്കെ പറഞ്ഞു നീ കേട്ടിട്ടില്ലേ? നിനക്ക് വേണ്ടി ഞങ്ങൾ കരുതിയത് ഈ ചതിയാ. അല്ല, ഇതിൽ വലിയ തെറ്റൊന്നുമില്ല. ചതിയിലൂടെയാണല്ലോ നീ ഈ കമ്പനി സ്വന്തമാക്കിയത്. രാജീവ്, യു ഷട്ട് അപ്പ്. വേദ, നിന്റെ സമയം കഴിഞ്ഞു. ഞാൻ ഈ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിയത് ഈ സ്വാതിക്ക് വേണ്ടിയാ. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഇല്ലടി, മറ്റാർക്ക് കൊടുത്താലും നിനക്ക് ഞാനിത് തരില്ല. സോറി വേദ, നിയമപരമായി ഇതിന്റെ ഷെയറുകൾ സ്വാതിയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി രക്ഷയില്ല വേദേ. പണ്ടൊരിക്കൽ എന്നെ ഇവിടെ നിറക്കിവിട്ട് നീ ഈ കമ്പനിയുടെ അധികാരം പിടിച്ചെടുത്തു, അതും ചതിയിലൂടെ. ഇപ്പൊ ഞാൻ അത് തിരിച്ചു പിടിച്ചു. അതിനുവേണ്ടി ഞാൻ മുന്നിൽ നിർത്തിയത് നിന്റെ വിശ്വസ്തനായ രാജീവിനെ തന്നെ. ഇനി ഒന്നും നോക്കാനില്ല. ഈ അഗ്രിമെന്റ് സ്വാതിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നല്ല അന്തസ്സായിട്ട് നിനക്കിവിടെ ഇറങ്ങിപ്പോ. ഇല്ല, ഞാനിത് തരില്ല. മാഡം, ഇങ്ങനെ ബി പി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇത് സ്വാതി ഏട്ടത്തിയുടെ പേരിൽ എപ്പോഴേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു.